സീനിയർ ഫിസിഷ്യനായ ഡോക്ടർ അനി സമ്പത്ത്. വിളർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ തിങ്ക് വി ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദാറ്റ്. അത് ഡിഫൈൻ ചെയ്തിട്ട് തുടങ്ങാം. ഓക്കെ. വിളർച്ച അഥവാ അനീമിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ അഭാവം, അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കളിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമായ ഹീമോഗ്ലോബിൻ്റെ അഭാവം. ഇതുമൂലം ഇപ്പോൾ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഓക്സിജനെ, നമ്മൾ വലിച്ചെടുക്കുന്ന വായുവിലുണ്ടാകുന്ന ഓക്സിജനെ ശരീരത്തിലെ എല്ലാ സെൽസിലേക്കും കൊണ്ടുപോകാനുള്ള ഒരു എന്താ പറയുക കാരിയറാണ്, വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ അളവിലുണ്ടാകുന്ന കുറവ് നമ്മുടെ ശരീരത്തിൽ ഹൈപ്പോക്സിയ അഥവാ ഓക്സിജൻ്റെ അഭാവത്തെ ഉണ്ടാക്കുന്നു. ഇതിനെ തുടർന്നുണ്ടാകുന്ന ലക്ഷണങ്ങളാണ് നമ്മൾ അനീമിയ എന്ന രൂപത്തിൽ നമുക്ക് കാണപ്പെടുന്നത്. ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഓരോന്നായിട്ടൊന്ന് വിശദമായിട്ട് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അയൺ ഡെഫിഷ്യൻസി അനീമിയ. ഇപ്പോൾ ഹീമോഗ്ലോബിൻ്റെ കുറവെന്ന് പറയുമ്പോൾ ഹീമോഗ്ലോബിനിൽ ലോഹാംശമുണ്ട്. അയൺ ഒരു പ്രധാനപ്പെട്ട ഒരു മോളിക്യൂളാണ്. അപ്പോൾ അയൺ നമ്മുടെ ശരീരത്തിൽ കുറയുക, അത് പ്രധാനമായിട്ട് 2 തരത്തിൽ കുറയും. ഒന്ന് ബ്ലഡ് ലോസ്, ശരീരത്തിൽ ബ്ലഡ് പോവുക. അപ്പോൾ പലതരത്തിൽ പോകാം. ഒരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് കുറയും. കൂടാതെ ഒരു ഓപ്പറേഷൻ, ഒരു സർജറി ഉണ്ടാകുമ്പോൾ ബ്ലഡ് ലോസ് ഉണ്ടാവും. ഡെലിവറി സമയത്ത് സ്ത്രീകളിൽ ധാരാളം ബ്ലഡ് ലോസ് ഉണ്ടാവാറുണ്ട്. അത് നോർമൽ ഡെലിവറി ആയാലും സിസേറിയൻ ആയാലും അത് ബ്ലഡ് ലോസ് കാണാറുണ്ട്. പിന്നെ ഈ ബ്ലഡ് വെസൽസ് പൊട്ടിപ്പോവുക, ഇപ്പോൾ വാരിക്കോസ് വെയിൻസ് ഉണ്ടല്ലോ കാലിലൊക്കെ, ഞരമ്പ് തടിച്ചിരിക്കണം, പെട്ടെന്ന് അത് പൊട്ടുമ്പോൾ ധാരാളമായിട്ട് ബ്ലഡ് പോകാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ബ്ലഡ് ലോസ് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് അനീമിയയുടെ ലക്ഷണങ്ങൾ കാണിക്കാം. അപ്പോൾ അന്നേരം ആ ഒരു ലക്ഷണങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ക്രോണിക് അനീമിയാണ്. ക്രോണിക് ബ്ലഡ് ലോസ് എന്ന് പറയും. അതായത് പതുക്കെ നമ്മൾ അറിയാതെ നമ്മളുടെ ശരീരത്തിൽ ബ്ലഡ് ലോസ് ഉണ്ടാവും. അത് പ്രധാനമായിട്ട് നമ്മുടെ GI ട്രാക്റ്റിൽ, അതായത് കുടലിൽ ഉണ്ടാവുന്ന സ്റ്റൊമക് അൾസർ, അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് ഡിസീസ്, അതുപോലെ പൈൽസ്, ഇന്ന കാരണങ്ങളെ കൊണ്ട് ഈവൻ ക്യാൻസർ ഉണ്ടാവും, കുടലിലുണ്ടാവുന്ന ക്യാൻസർ. ഇതൊക്കെ ചെറിയ രീതിയിൽ ബ്ലഡ് ശരീരത്തിൽ നിന്ന് പോകാനുള്ള കാരണങ്ങളാണ്. ഇത് ക്രോണിക്കായിട്ട് ഈ അസുഖങ്ങൾ ദീർഘകാല അനുബന്ധിയായിട്ട് ശരീരത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ അതുമൂലം ക്രോണിക്കായിട്ട് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാവാറുണ്ട്. മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ചുവന്ന രക്താണുക്കൾ RBC ശരീരത്തിൽ ഉണ്ടാവുന്നത് ഈ മജ്ജയിലാണ്, അസ്ഥി മജ്ജയിലാണ് ഉണ്ടാവുന്നത്. ബോൺ മാരോ എന്ന് പറയും. അപ്പോൾ ഈ ബോൺ മാരോനെ ബാധിക്കുന്ന ചില അസുഖങ്ങൾ അതിൽ പെടുന്നതാണ് ലിംഫോമ, അതുപോലെ രക്താർബുദം, ലുക്കീമിയ എന്ന് പറയും. ഈ അസുഖങ്ങളുള്ളവർക്ക് ക്രോണിക് ആയിട്ടുള്ള വളരെയധികം സിവിയർ ആയിട്ടുള്ള അനീമിയ കാണപ്പെടാറുണ്ട്. അത് RBCയിലുള്ള നിർമ്മാണത്തിലുണ്ടാകുന്ന തകരാറുകളെ കൊണ്ട് സംഭവിക്കുന്ന അനീമിയയാണ്. മറ്റൊന്ന് ബി കോംപ്ലക്സ് വൈറ്റമിൻ ആയിട്ടുള്ള വൈറ്റമിൻ B12, അതുപോലെ ഫോളിക് ആസിഡ്, ഇത് രണ്ടും ശരീരത്തിൽ കുറയുമ്പോൾ ഈ 2 ഘടകങ്ങളും ഈ രക്താണുക്കളുടെ നിർമ്മാണത്തെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഈ വൈറ്റമിൻ B12ൻ്റെ അഭാവം, വൈറ്റമിൻ B12 എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് നോൺ വെജ് ഫുഡ് ഐറ്റംസിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന, അപ്പോൾ സാധാരണ വെജിറ്റേറിയൻസിൽ ഇതിൻ്റെ അഭാവം കാണപ്പെടാറുണ്ട്. അതുപോലെ ഒരു ഇൻട്രൻസിക് ഫാക്ടർ, വൈറ്റമിൻ B12 ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടാനായിട്ട് ഒരു ഇൻട്രൻസിക് ഫാക്ടർ നമ്മുടെ ചെറുകുടലിലുണ്ട്. ഇതിൻ്റെ അഭാവം അത് ജനറ്റിക്കലായിട്ട് സംഭവിക്കാം ചിലർക്ക്. അപ്പോൾ നമ്മളത് പെർനീഷ്യസ് അനീമിയ എന്ന് പറയും, അല്ലെങ്കിൽ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്നൊക്കെ പറയും. ഇതെല്ലാം RBCയുടെ നിർമ്മാണ പ്രക്രിയയിലെ കുറവുകളെ കൊണ്ട് സംഭവിക്കുന്ന അനീമിയാണ്. മറ്റൊന്ന് ഫോളിക് ആസിഡ്. ഇപ്പോൾ നല്ല ഫ്രഷ് ഫ്രൂട്ട്സിലും ഫ്രഷ് വെജിറ്റബിൾസിലും ഫോളിക് ആസിഡ് ധാരാളമുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഫ്രഷ് ഫ്രൂട്ട്സും ഫ്രഷ് വെജിറ്റബിൾസും കഴിക്കാറില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഫോളിക് ആസിഡിൻ്റെ അഭാവം ഉണ്ടാകും. ഇപ്പോൾ പച്ചക്കറികൾ കൂടുതലായിട്ട് വേവിച്ച് കഴിച്ചാലും അതിനുള്ളിലുള്ള ഫോളിക് ആസിഡ് കണ്ടന്റ് നഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള ഫോളിക് ആസിഡും നിർമ്മാണ പ്രക്രിയയെ സഹായിക്കുന്ന, RBCയുടെ നിർമ്മാണ പ്രക്രിയയെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ വൈറ്റമിൻ B12, ഫോളിക് ആസിഡ് ഇവയുടെ അഭാവം കൊണ്ട് അനീമിയ ഉണ്ടാകും. മറ്റൊന്ന് ദീർഘകാലാനുബന്ധിയായിട്ടുള്ള ഇൻഫെക്ഷൻസ് ശരീരത്തിൽ ഉണ്ടാവുക. ഇപ്പോൾ ഈവൻ ഒരു അടിക്കടി ഉണ്ടാകുന്ന UTI, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ മൂലവും സ്ത്രീകൾക്ക് അനീമിയ പെട്ടെന്ന് കാണാറുണ്ട്. അതുപോലെ ക്യാൻസറുകൾ, ബ്രസ്റ്റ് ക്യാൻസർ, യൂട്രൈൻ ക്യാൻസർ, കോളോൺ ക്യാൻസർ, കുടലിലുണ്ടാകുന്ന ക്യാൻസറുകൾ, ഇതിലൊക്കെ അനീമിയ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് അനീമിയ കാണാറുണ്ട്. പിന്നെ മറ്റൊന്ന് കിഡ്നി ഡിസീസ്, CKD, ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയും. അപ്പോൾ
RBCയുടെ നിർമ്മാണ പ്രക്രിയയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഹോർമോണാണ് എറിത്രോപോയറ്റിൻ എന്നുള്ളൊരു ഹോർമോണാണ്. ഈ എറിത്രോപോയറ്റിൻ ഉണ്ടാക്കപ്പെടുന്നത് കിഡ്നിയിലാണ്. അപ്പോൾ കിഡ്നി ഡിസീസ് ഉള്ള ആൾക്കാർക്ക് എറിത്രോപോയറ്റിൻ്റെ ഹോർമോൺ അഭാവം ഉണ്ടാവുകയും അത് RBCയുടെ നിർമ്മാണ പ്രക്രിയയെ ബാധിക്കുകയും ചെയ്തിട്ട് അങ്ങനെയുള്ള അനീമിയ ഉണ്ടാവാറുണ്ട്. മറ്റൊന്ന് ലിവർ ഡിസീസ്, ലിവർ സിറോസിസ്, ഹൈപ്പോതൈറോയിഡിസം, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലെല്ലാം അനീമിയ ഉണ്ടാവാറുണ്ട്. പിന്നെ സ്ത്രീകളിൽ, അത് ഞാൻ വേറൊരു പാർട്ടായിട്ട് പറയാം, സ്ത്രീകളിൽ ആർത്തവ പ്രശ്നങ്ങൾ, പ്രസവം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടും അനീമിയ ഉണ്ടാവാറുണ്ട്. അതിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. കാരണം ഇതിപ്പോൾ നമ്മൾ ഈ വിളർച്ച അല്ലെങ്കിൽ അനീമിയ എന്ന് പറയുമ്പോൾ യൂഷ്വലി ഇത് വി റിലേറ്റഡ് മോർ ടു വിമൻ. ഇത് ആണുങ്ങൾക്ക് ഉള്ളതിനേക്കാട്ടിലും കൂടുതൽ പെണ്ണുങ്ങൾക്കാണോ ഇതിന്റെ ഇൻസിഡൻസ് ഉണ്ടാവുക? അതെ അതെ. ഇപ്പോൾ ഗ്ലോബൽ പോപ്പുലേഷനിൽ 1/3 പേർക്ക് അനീമിയ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യൻ സ്ത്രീകളിൽ 2/1 അനീമിക്കാണ്. അതായത് 50% പേർക്ക് അനീമിയ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിന് വ്യത്യസ്തങ്ങളായ കാരണങ്ങളുണ്ട്. ഇപ്പോൾ സ്ത്രീകൾ അവരുടെ കൗമാരകാലം മുതൽ ഒരു മെനോപോസ് വരെ വിവിധങ്ങളായ ഹോർമോണൽ ചേഞ്ചസ് സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ മെനാർക്ക്, അതായത് ആർത്തവം തുടങ്ങുന്ന ആ പ്രക്രിയയാണ് മെനാർക്ക് എന്ന് പറയുന്നത്. ആ സമയത്ത് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും. മാസമുറ, എല്ലാ മാസത്തിലുള്ള ഈ മെൻസ്ട്രേഷൻ സമയത്ത് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും. ഗർഭിണി ആയിരിക്കുന്ന സമയത്ത്, അതുപോലെ പ്രസവ സമയത്ത് ഒരു ഹോർമോണൽ സർജ് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായില്ലെങ്കിൽ നമുക്ക് പ്രസവം നടക്കില്ല. മറ്റൊന്ന് മെനോപോസിൻ്റെ സമയത്ത് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും, ഹോർമോണൽ ഡിഫറൻസസ് ഉണ്ടാവും ബോഡിയിൽ. ഈ ഓരോ ഹോർമോണൽ ചേഞ്ചസും നമ്മുടെ ശരീരത്തിൽ അയൺ, കാൽഷ്യം അങ്ങനെയുള്ള മൈക്രോ ന്യൂട്രിയൻസിൻ്റെ വർദ്ധിച്ച തോതിലുള്ള ആവശ്യം നമ്മുടെ സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാക്കപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ മാസമുള്ള മെൻസ്ട്രേഷൻ, നല്ലൊരു എമൗണ്ട് ബ്ലഡ് ഓരോ മാസവും സ്ത്രീ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ശരിയായ രീതിയിൽ റിപ്പനിഷ് ചെയ്യാം. കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് പ്ലാൻ ചെയ്ത് അത് സ്ത്രീകൾ കഴിച്ചില്ലെങ്കിൽ വലിയ തോതിലുള്ള അനീമിയ നമ്മുടെ സ്ത്രീ ശരീരത്തിൽ ഉണ്ടാവാറുണ്ട്. അത് ക്രോണിക്കായിട്ട് നിലനിൽക്കുകയും ചെയ്യും. ഇപ്പോൾ മറ്റൊന്ന് കാരണം, ഈ സ്ത്രീകൾ ഗർഭധാരണം ഇല്ലാതിരിക്കാനായിട്ട് കോൺട്രാസെപ്റ്റീവ് പിൽസ് കഴിക്കും. അതുപോലെ ഇൻട്രായൂട്രൈൻ കോൺട്രാസെപ്റ്റീവ് ഡിവൈസസ് ഉണ്ട്. ഇതെല്ലാം ആർത്തവ രക്തം കൂടുതലായിട്ട് പോകുന്നതിന് കാരണമാകും. അത് അനീമിയയ്ക്ക് വഴിവെക്കാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ഇൻസിഡൻസ്, അതായത് നാച്ചുറൽ രീതിയിലുള്ള ബ്ലഡ് ലോസിന് കൂടുതൽ സാധ്യത സ്ത്രീകളിൽ തന്നെയാണ്. വസ്തുത ഉണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവരിൽ കൂടുതൽ ഇത് കണ്ടുവരുന്നത്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനമായി ഞാൻ പറയുകയാണെങ്കിൽ, സ്വന്തം ആരോഗ്യം നോക്കാതെ മറ്റുള്ളവരുടെ ആരോഗ്യം നോക്കുന്ന ഒരു പ്രക്രിയ ഞാനടക്കമുള്ള എല്ലാ സ്ത്രീകൾക്കും ഉണ്ട്. അതുപോലെ ഇപ്പോൾ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഒരു മധ്യവയസ്സൊക്കെ ആകുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും നല്ല ശരീരം വേദന, തളർച്ച, ക്ഷീണം. അപ്പോൾ അതൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് അത് വയസ്സാവുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ വേദനകളെല്ലാം വരുന്നത്, വാദമാണെന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിക്കളയും. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അനീമിയയുടെ ഒരു ലക്ഷണമായിട്ടാണ്. നമ്മൾ ഈ വേദനകളും തളർച്ച, ക്ഷീണമൊക്കെ അണ്ടർലൈൻ കോസ് അനീമിയാണ്. പക്ഷെ നമ്മൾ ഡയഗ്നോസ് ചെയ്യപ്പെടാതെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതൊരു ക്രോണിക് അനീമിയയിലേക്ക് വഴിതെളിക്കും. അങ്ങനെയാണ് സ്ത്രീകൾ കണ്ടുവരുന്നത്. കാരണം അമിതഭാരം സ്ത്രീകൾക്കാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത്. ജോലിക്ക് പോകുന്ന സ്ത്രീകളായാലും വീട്ടിലെ പണിയും ജോലി ഭാരവും എല്ലാം കൂടി ആകുമ്പോൾ സ്വന്തം ആരോഗ്യം, അമിത ജോലിഭാരം, ഒബസിറ്റി അല്ല, അമിത ജോലിഭാരം. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഇടയിൽ അവർക്ക് അവരുടെ ആരോഗ്യം തന്നെ ശ്രദ്ധിക്കാനുള്ള സാഹചര്യവും കുറവായിരിക്കും. ഇതെങ്കിൽ തന്നെ എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ തന്നെ അത് പോട്ടെ, നമുക്ക് പിന്നെ നോക്കാം, അതിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രയോറിറ്റി മാറി. ഇതൊക്കെ ആയിരിക്കും കാരണങ്ങൾ. ഡോക്ടർ, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞു വന്നത് സ്ത്രീകളിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇപ്പൊ സ്ത്രീകളിൽ അത് കൂടുതൽ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ സ്ത്രീകളിലാണ് അനീമിയ കൂടുതലായിട്ട് കണ്ടുവരുന്നതെന്നാണ്. കാരണം പണ്ടത്തെ സ്ത്രീകളിൽ വീട്ടുജോലിയുണ്ട്, പക്ഷെ അവർക്ക് കുറേയും കൂടിയും വീട്ടിൽ റെസ്റ്റ് എടുക്കാനൊക്കെ സമയം ഉണ്ടായിരുന്നു. വീട്ടിൽ കുറച്ചും കൂടി നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കാനുള്ള, നല്ല ഫുഡായിരുന്നു അന്നത്തെ, അതും ഒരു കാരണമാണ്. ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്ത്രീകളാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വീട്ടുജോലി കഴിഞ്ഞ് ഓഫീസിലേക്ക് ഓടുക. അപ്പോൾ ഒരു ചെറിയൊരു ടിഫിനായിരിക്കും അവർ കൂടെ കൊണ്ടുവരുന്നത്. ഇടയ്ക്കുള്ള ഭക്ഷണങ്ങളൊന്നുമില്ല. വൈകുന്നേരം വീട്ടിൽ ചെന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ച് കിടന്നുറങ്ങുക, വീണ്ടും കുറച്ചും കൂടി പണിയെടുത്തിട്ട് കിടന്നുറങ്ങുക എന്നുള്ള, അങ്ങനെയാണ് ഒരു സാധാരണ സ്ത്രീകളുടെ റുട്ടീൻ. ഇപ്പം അങ്ങനെയാണ് ജോലിയുള്ള സ്ത്രീകളുടെ. അപ്പോൾ ഇവർക്ക് പ്രധാനമായിട്ട് ഉണ്ടാവുന്നത് ഈ പോഷകാഹാരക്കുറവാണ്. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക.